രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ രാവണൻ മന്ത്രിമാരുമായിട്ട് ആലോചിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തു വേണം? അധികപക്ഷവും രാമനും സൈന്യവും ഇവിടെ എത്തും, വാനരന്മാർ. അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റുമുട്ടലും യുദ്ധവും വേണം. അല്ലാതെ അവരെ തോൽപ്പിക്കാനോ സീതയെ അനുഭവിക്കാനോ സാധിക്കില്ല. പ്രഹസ്തൻ മുതലായിരിക്കുന്ന മന്ത്രിമാരോട് കൂടിയിട്ടാണ് ആലോചിച്ചത്. ഏറ്റവും പ്രധാനിയാണ് പ്രഹസ്തൻ. പ്രഹസ്തനും രാവണനെ സമാധാനിപ്പിച്ചു. അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല, വലിയ സൈന്യം നമുക്കുണ്ട്, വിവിധ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ള എന്തിനും ഏതിനും മതിയായിട്ടുള്ള അവർ ഇരിക്കെ എന്തിനാണ് ദുഃഖിക്കുന്നത് എന്ന് അവരെല്ലാവരും വേറെ വേറെ ചോദിച്ചതൊക്കെ ഇവിടെ പറയണു. രാവണനെ കുറെ പുകഴ്ത്തിയിട്ടും അനവധി ആളുകൾ എന്തൊക്കെ പ്രവൃത്തികളാണ് രാവണൻ ചെയ്തത്, ഇന്ദ്രനെ ജയിച്ചതും മയനെ ജയിച്ചതും കാലനെ അടക്കം പീഡിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രഹസ്തൻ അവരുടെ മന്ത്രിമുഖ്യൽ പ്രധാനിയാണ്. പ്രഹസ്തനും കുംഭനും ഹനു എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസനും എല്ലാവരും വേറെ വേറെ അവരവരെ അഭിപ്രായ ദുർമുഖൻ, വജ്രദംഷ്ട്രൻ മുതലായിട്ട് നികുംഭൻ, കുംഭകർണൻ്റെ പുത്രനാണ് നികുംഭൻ, എല്ലാവരും സമാധാനിപ്പിച്ചു. അതുകൊണ്ട് അങ്ങക്ക് ഭയക്കാനൊന്നുമില്ല, ഞങ്ങൾ മാത്രം മതി, അങ്ങമുണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. രാമലക്ഷ്മണന്മാരെയും സൈന്യത്തിൽ കൊന്ന് അങ്ങയുടെ കാര്യങ്ങൾ സുരക്ഷിതമാക്കാം. ഈ സമയത്ത് വിഭീഷണൻ ഏട്ടനായിട്ട് രാവണനോട് പറഞ്ഞു, ഈ സഹോദരൻ ശരിക്കും പറയാച്ചാൽ കേമനാണ്, എല്ലാം കൊണ്ടും കേമത്തം ധാരാളുണ്ട്. വേദധ്വനികളെ കൊണ്ട് ഈ പുണ്യഘോഷങ്ങൾ ലങ്കയിൽ മുഴങ്ങുന്നത് വിഭീഷണൻ കേട്ടു. ആ കേട്ടുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ്റെ ആ പ്രധാന ഗൃഹത്തിലേക്ക് അങ്ങനെ പോവുകയാണ്. ഇപ്പം നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒരുക്കി വെച്ചിട്ടുള്ള ഒരുക്കങ്ങൾ വിഭീഷണൻ നോക്കി. പൂജിതാൻ ദതിപാത്രേച്ച സർപ്പിഭി സുമാനേക്ഷദേഹി, പുഷ്പം, തൈര്, നെയ്യ് മുതലായിട്ടതൊക്കെ ഉള്ളതും മന്ത്രഘോഷങ്ങളോട് കൂടിയതും ആയ, അതാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യേണ്ടതൊക്കെ സ്വാർത്ഥത്തിന് വേണ്ടിയാണ് ആത്മീയത്തിന് ഉപയോഗിച്ചത് എന്നതാണ് തെറ്റ്. ഒക്കെ അവിടെ ചെയ്തു. അത് വെച്ചിരിക്കുന്നത് കണ്ടു വിഭീഷണൻ. ഇത്രയും വേദജ്ഞാനവും അറിവും സൽക്കർമ്മത്തിൽ വിശ്വാസവും ഉള്ള ഒരാൾ എങ്ങനെ പരസ്ത്രീയെ കൊണ്ടുവരും? എല്ലാം കൂടിയൊരു പൊരുത്തക്കേട്. നാശകാലത്തിന് ഓരോന്ന് തോന്നിയെന്നല്ലാണ്ട് രാവണൻ ശരിക്കും ഇത് ചെയ്യേണ്ട ആളല്ല. അതായത് അനവധി സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, അത് പറയണുണ്ട് ഈ രാമായണത്തിൽ. പക്ഷേ ഈ രാമായണത്തിൽ വേറൊന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു സ്ത്രീയെയും അവരുടെ സമ്മതം കൂടാതെ പിടിച്ചു കൊടുന്നിട്ടില്ല എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അനവധി സ്ത്രീകളെ പീഡിപ്പിച്ചു ദ്രോഹിച്ചു എന്നൊക്കെ നമ്മൾ മറ്റേ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. പക്ഷെ ഇതിലത് പറഞ്ഞിട്ടില്ല. മറ്റല്ല, പ്രത്യേകിച്ച് ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഹനുമാൻ ആ സ്ത്രീകളെ ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു സമയത്താണ് പറഞ്ഞത്. ഇത്ര സ്ത്രീകളാണ് അവിടെ, കുലീനരല്ലാത്തവരും സൗന്ദര്യമില്ലാത്തവരും കുലമഹിമ ഇല്ലാത്തവരും ആയിട്ടുള്ള ഒരു സ്ത്രീകളും ഉണ്ടായിരുന്നില്ല. സ്വസമ്മതം കൂടാതെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരപ്പെട്ട ഒരു സ്ത്രീകളും ഉണ്ടായിരുന്നില്ല എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അങ്ങനെ ദ്രോഹിച്ചിട്ട് രാവണൻ കൊണ്ടുവന്നിട്ടുള്ള ഒരൊറ്റ സ്ത്രീയുള്ളൂ, സീത. സീതയുടെ സമ്മതത്തോടു കൂടിയിട്ടല്ല. അത് നാശകാരണമാവുകയും ചെയ്തു. ബാക്കി ഒരു സ്ത്രീകളെയും നിർബന്ധിച്ചിട്ടോ ദ്രോഹിച്ചിട്ടോ അല്ല എന്നാണ് വാൽമീകി രാമായണ അഭിപ്രായം. അങ്ങനെ പറയുന്നുണ്ട്, വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അകുലീനരായിട്ടോ നിർബന്ധപൂർവം രാവണൻ കൊണ്ടുവന്നതോ ആയ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സീത മാത്രം തിരിച്ചാണ്, ഒട്ടും സുഖവും സമ്മതവും ഇല്ലാതെ കൊണ്ടുവന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് ആ ഏട്ടനെ എന്ത് ചെയ്തു? വന്ദിച്ചു. എന്തായാലും ഏട്ടനല്ലേ. സ പൂജ്യമാനോ രക്ഷോവിർ ദീപ്യമാനസ്തേജസ ആസനസ്ഥം മഹാഭവന്തേതനദാനുജം. ഇരിക്കാൻ പറഞ്ഞു. പറയച്ച നോട്ടം കൊണ്ട് ഇരിക്കടോ എന്നുള്ള രീതിയിൽ അനിയനല്ലേ ഇരിക്കാൻ പറഞ്ഞു. കണ്ണുകൊണ്ട് കാട്ടി അവിടെ ഇരിക്കുക എന്നൊക്കെ അധികാരത്തിൽ പറഞ്ഞു. വിഭീഷണൻ പറഞ്ഞു, യഥാ പ്രവൃത്തി വൈദേഹി സംപ്രാപ്തേ മാംപുരി ഇന്തവ. ഏട്ടൻ്റെ ഈ ലങ്കയിൽ എപ്പോൾ സീത വന്നോ അന്നു മുതൽ ദുശ്ശകുനങ്ങൾ പലതും ഇതാ കാണുന്നു. തിഷ്യന്തേ നിമിത്താൻ അശുഭാനിച്ച, അശുഭനിമിത്തങ്ങൾ പലതും ഞാൻ കാണുന്നു. അഗ്നി വേണ്ട വിധം ജ്വലിക്കണില്ല. ഈ ഹോമിക്കുമ്പോൾ അഗ്നി ശരിക്ക് കത്തിയ നല്ല ലക്ഷണം. കത്താതിരിക്കുക, പൊട്ടലും ചീറ്റലും ഉണ്ടാവുക. എത്ര കത്തിയ പിന്നെയും കെടുക, വീണ്ടും കത്തിക്കേണ്ടി വരിക. ഒന്നാണ് കത്തുക, പിന്നെയും കെടുക, പിന്നെയും കത്തുക. അത് ദുർലക്ഷണമാണ്. വീടുകളിലൊക്കെ ഈ ജീവികൾ കാണപ്പെടുന്നത് നല്ലതല്ല എന്നാണ്. എന്ത് ജീവിയായാലും വന്ന് കയറിയാൽ നല്ലതല്ല. ചിലർ പറയും പൂച്ച നല്ലതാണ്, നായ നന്നല്ല. ഒന്നും നന്നല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ജീവികൾ ഇങ്ങനെ വന്ന് കയറുന്നത് നല്ലതല്ല. അതുപോലെ ഈ ഉറുമ്പുകൾ എവിടെയും കാണുക നോക്കിയിട്ടുണ്ടോ? നല്ല കാലത്ത് അത് വരില്ല. ചില പ്രത്യേക സമയത്ത് എവിടെ നോക്കിയാലും എറുമ്പുണ്ടാവുകയും ചെയ്യും. സാധാരണ അങ്ങനെ എറുമ്പ് വരാറില്ല. മനുഷ്യൻ പെരുമാറുന്ന ദിക്കിൽ അവർ വരാറില്ല. കാണാറുണ്ടോ? പക്ഷെ ചിലപ്പോൾ നോക്കിയാലോ ധാരാളം കാണുകയും ചെയ്യാം. അപ്പം എന്താണത്? കാണുന്നുണ്ട്, ചിലപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട്. അതൊരു പ്രത്യേക ലക്ഷണമാണ്. അത് നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പം അതിവിടെ കാണുന്നുണ്ട്. പശുക്കളെ പുല്ല് തിന്നുകയോ കുട്ടികൾക്ക് പാല് ചുരത്തി കൊടുക്കുകയോ ചെയ്യുന്നില്ല. കുതിരകൾ തീറ്റ ശരിക്ക് തിന്നാൻ ഉത്സാഹം കാണിക്കുന്നില്ല. കഴുതകളുടെയും കുതിരകളുടെയും രോമം കൊഴിയുന്നതൊക്കെ രാവണൻ്റെ വളർത്തുമൃഗങ്ങളായിട്ട് ഒരുപാട് കഴുതകളുണ്ട്. തേര് വലിക്കാനേ കഴുതകളുണ്ട്, കുതിരകളുണ്ട്. അവരുടെ രോമം ഇങ്ങനെ കൊഴിയുക. കാക്കകൾ കൂട്ടം കൂട്ടമായിട്ട് ആർത്ത് കരയുക. കഴുകന്മാരുടെ വട്ടമിട്ട് പറക്കൽ, കുറുക്കന്മാരുടെ ഓളിയിടൽ. അത് നന്നേ അല്ല എന്നാണ് പറയണത്. കുറുക്കന്മാർ ഓളിയിടുക. ചീത്ത സമയത്ത് അത്രയും കുറുക്കന്മാർ, ശ്വാക്കൾ ഇവരൊക്കെ ഓരിയിടുക. ഭയങ്കര മൃഗങ്ങളുടെ ശബ്ദങ്ങളും കേൾക്കുന്നു. മൊത്തം എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടുന്ന് ഇപ്പോൾ ചെയ്തത്. ഇതിൻ്റെ ദോഷം ലങ്കയ്ക്ക് മൊത്തം അനുഭവിക്കേണ്ടി വരും. അതാണ് ദുശ്ശകുനങ്ങൾ പൊതുവേ കാണുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തർക്കല്ലേ കാണുക. അതുകൊണ്ട് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതാ ഏട്ടനോട് പറയണം എന്നെനിക്ക് തോന്നി. പറയാതിരിക്കുന്നത് ശരിയല്ല. ഏട്ടനല്ലേ. ശ്രാവണേ ചാർച്ച മന്ത്രസ്ഥ നിവൃത്ത സർവമന്ത്രിണ. മന്ത്രം അറിയിക്കുന്നതിൽ നിന്ന് മന്ത്രിമാരെല്ലാം പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ മന്ത്രിമാർ ഉത്സാഹം കാണിക്കണില്ല. വിട്ട് നിൽക്കുകയാണ്. ഇവനോട്ട് വിട്ട് നിൽക്കുക നല്ലതെന്ന് വിചാരിച്ചിട്ട് ആരും കൂടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് ലക്ഷണം വളരെയധികം അപകടമാണ്. എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണ്? വേറൊന്നുമല്ല. ആ സീതയെ ഇവിടെ കൊണ്ടുവന്നത് മുതൽ ആപത്തായതുകൊണ്ട് തീരുമാനം വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. രാമനോട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് രാവണൻ ആ സീതയെ തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാബലരായിരിക്കുന്ന രാമനോട് ഏറ്റുമുട്ടി സീതയെ സ്വന്തമായിട്ട് അനുഭവിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ വിഡ്ഢിത്തമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്രമത്തം കഥം തന്തു വിജിഗീഷും ബലേ സ്ഥിതം ജിതരോഷം ദുരാദഷ്ടം പ്രദക്ഷയിതുമിച്ഛത. ആ സീതയെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നണത്. ഇനിയും ആ സീതയെ വെച്ചുകൊണ്ട് നിന്നിട്ട് രാമനെ എതിർക്കുന്നത് സർവനാശത്തെ വരുത്തും. രാമസ്യ ദൈത പത്നി സ്വയന്ന യതിദീയതേ. രാമൻ്റെ ദൈതയായിരിക്കുന്ന പത്നിയെ തിരിച്ച് നൽകിയില്ലെങ്കിൽ ലങ്കാപുരിയെ മുഴുവനും നശിപ്പിക്കാനുള്ള കാരണമായിട്ടത് തീരും. ഹിതം തഥ്യം അഹം ബ്രൂമി ദീയതാമസ്യ മൈഥിലി. കൊണ്ടുവന്നതായിട്ടുള്ള മൈഥിലിയെ തെറ്റു പറഞ്ഞ് ആ രാമന് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സർവനാശവും ഇവിടെ സംഭവിക്കും. അമോഘങ്ങളായിട്ടുള്ള ഫലമില്ലാതെ പോകാത്ത ആ അസ്ത്രരാമശരങ്ങൾ
ആ അമ്പുകളെ തീർച്ചയായിട്ടും അങ്ങയുടെ വധത്തിനായി രാമൻ ഇങ്ങോട്ടയക്കും ലക്ഷ്മണനും. മേലാണ് തറച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയണോ? സൃജത്തെ അപമുഖാൻ വിശിഖാൻ വിദായതേ പ്രതീയതാം ദാശരഥായ മൈഥിലി. ദാശരഥനായിക്കൊണ്ട് ദശരഥപുത്രനായിക്കൊണ്ട് രാമനായിക്കൊണ്ട് ആ മൈഥിലിയെ തിരിച്ചു കൊടുക്കൂ. പ്രതീയതാം ദാശരഥായ മൈഥിലി. വീണ്ടും പറഞ്ഞു, അടുത്ത ശ്ലോകത്തിൽ ആവർത്തിച്ച് പറഞ്ഞു, സീതയെ കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് കേട്ടതായിട്ടുള്ള രാവണൻ അത്യന്തം കുപിതനായിട്ട് പറഞ്ഞു, ഭയന്ന പശ്യാമി കുതച്ചിദപ്യഹം ന രാഘവ പ്രാപ്സ്യതി ജാതു മൈഥിലിം. വിഭീഷണ, നീ എന്താ അനിയനാണോണ്ട് ഞാൻ അതൊക്കെ കേട്ടു. വേറെ ആളാണെച്ചാൽ ചിലപ്പോൾ എന്താ ഇവിടെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ജീവൻ എന്നെ അപകടത്തിലാവും, എൻ്റെ ചന്ദ്രഹാസത്തിനെതിരെയും. ഒരു പേടി എനിക്കില്ല. ഭയന്ന പശ്യാമി, എന്ത് പേടി? ഏത് പേടി? എന്ത് രാമൻ? ഈ മനുഷ്യനെയാണോ ഞാൻ പേടിക്കേണ്ടത്? മനുഷ്യനല്ലാത്ത ഒരാൾക്ക് എന്നെ തൊടാൻ പറ്റില്ല. പിന്നെ വേണ്ടേ മനുഷ്യൻ? പിന്നെ മറ്റതോ കുരങ്ങന്മാരെ. കൂടെ ഉള്ളത് കുരങ്ങന്മാരെ എതിർക്കാൻ വരുന്ന ആൾ മനുഷ്യൻ. ഇവർ രണ്ടു കൂട്ടർ വിചാരിച്ചാൽ വിഭീഷണ എന്ത് ചെയ്യാൻ പറ്റും എന്നോട്? ഭയം ന പശ്യാമി കുതച്ചിദപ്യകന്ന രാഘവ പ്രാപ്സ്യതി ജാതു മൈഥിലി. രാമൻ എൻ്റെ കയ്യിൽ നിന്ന് സീതയെ കിട്ടുന്ന സ്വപ്നത്തിൽ വിചാരിക്കേണ്ട, കൂട്ടുക്കില്ല ഞാൻ. ന രാഘവ പ്രാപ്സ്യതി ജാതു മൈഥിലിം. രാമന് സീതയെ കിട്ടാൻ പോകുന്നില്ല. സുതേ സഹ ഇന്ദ്രേ രവിസംഗത കഥം. ഇന്ദ്രൻ അടക്കം ആ യുദ്ധത്തിന് സൈന്യസമേതം ഇവിടെ വന്നാലും ആ മനുഷ്യനും കുരങ്ങന്മാരും കൂടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? നീ ഇപ്പോൾ പൊക്കോ എന്നും പറഞ്ഞ് വിഭീഷണനെ പറഞ്ഞയച്ചു. നാശം അടുത്ത സമയത്തുണ്ടോ സതുപദേശങ്ങൾ ഫലിക്കണു? ആ നാശം അടുത്തിരിക്കുകയാണോ? എന്നോട് നിർത്തിയില്ലല്ലോ. ഉടനെ തന്നെ രാവണൻ സഭാ സമ്മേളനം നിശ്ചയിച്ചു. നിയമസഭയുടെയൊക്കെ അർജൻറ്റ് സമ്മേളനം നിശ്ചയിച്ച പോലെ എല്ലാവരും ഇവിടെ വരണം, അർജൻറ്റായിട്ട് കാര്യം ആലോചിക്കാണ്ട് എന്ന് പറഞ്ഞ് ദൂതന്മാരെ അയച്ചു. തൻ്റെ കീഴിൽ സ്വാധീനത്തിലുള്ള ദൂതന്മാർ ധാരാളമുണ്ട്. എല്ലാവരും സർവ്വ രാക്ഷസന്മാരുടെ ഗൃഹത്തിലും പോയിട്ട് ഞാൻ വിളിക്കണമെന്ന് പറയുക. മന്ത്രിമാരും വേണം, അല്ലാത്തവരും വേണം, പ്രധാനികളും വേണം, പ്രധാനമല്ലാത്തവരും വേണം. പ്രധാന കാര്യത്തിൽ എല്ലാവരും വേണം എന്നാണ്. പ്രധാനികളും അല്ലാത്തവരും ആരൊക്കെ രാക്ഷസന്മാരായിട്ടുണ്ടോ അവരെയൊക്കെ ഞാൻ വിളിക്കണു എന്ന് പറയാം എന്ന് പറഞ്ഞ സഭ എവിടെയാണോ കൂടുന്നത്, അതിൻ്റെ പ്രത്യേക സ്ഥലമുണ്ടല്ലോ, അവിടെ രാവണൻ വന്ന് ആദ്യം ഇരുന്നു. ചിന്തയിലാണ്ടു. രഥത്തിൽ കയറി ഗംഭീര പ്രത്യേക തേരൊക്കെയാണ്, സ്വർണം പോലെ മിന്നണതായിട്ടുള്ള തേരുകളും ജനലുകളും വെളിച്ചങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഉള്ള തേരിൽ അകമ്പടിയോട് കൂടിയിട്ട് കയറി. തേരേ കുതിരാന. പല ആളുകളും അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് ചിലർ തേരിൽ കയറി. കുറച്ച് കേമന്മാരൊക്കെ തേരിലാണ് വരിക എന്നാണ്, കാറിൻ്റെ സ്ഥാനത്ത് തേര്. ചില ആൾക്കാരെ കുറച്ചും കൂടി കുറഞ്ഞവർ കുതിരപ്പുറത്താണ് കയറുക, എന്നാലും അവർ കേമന്മാരാണ്. വേറെ ചില ആൾക്കാരോ ആനപ്പുറത്ത് കയറിയിട്ട് അങ്ങനെയുണ്ട് എന്നാണ്. വിവിധ രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിച്ച് ആ രാവണസഭയിലെത്തിയ ആജ്ഞയാണ്, നിരസിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും അവിടെ എത്തിയിരിക്കണു. ഗദാപരിക കത്താച്ച ശക്തി തോമരപാണയ. ഗദാപരികം ശക്തി പാണയ ആയുധങ്ങൾ ഒക്കെ കൈയെടുത്തതായിട്ടുള്ള യോദ്ധാക്കളും ഉണ്ട്. എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഒഴിവില്ല. ആയുധധാരികളായിട്ടുള്ള ഭടന്മാരും കൂടെയുണ്ട്. പെട്ടെന്ന് വല്ല യുദ്ധം പ്രഖ്യാപിക്കാനാണോ വിളിച്ചിരിക്കണം? ശല്യല്ലോ. അപ്പം അതൊക്കെ ആയുധധാരികളായിട്ട് ശംഖനാദം പെരുമ്പറ മുതലായിട്ടതൊക്കെ മുഴങ്ങി. അതൊക്കെ ഇങ്ങനെ മുഴക്കിയിരിക്കുന്ന രാജാവല്ലേ രാവണൻ. എന്തായാലും ആ ശംഖനാദം മുഴങ്ങി, വാദ്യഘോഷം മുഴങ്ങി. അങ്ങനെ ആ രാജപാതയിൽ ആ രാവണൻ പ്രവേശിച്ചു. നേമി ഘോഷേണ മഹാന്തകസാഭിവിനാദയൻ രാജമാർഗം ചെയ്യാജുഷ്ടം പ്രതിപേദേ മഹാരഥ. വലിയ തേരില പ്രധാന പാതയിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. പെഞ്ചാമരൊക്കെ അങ്ങനെ വീശി, ആലവട്ടമൊക്കെ അങ്ങനെ പിടിച്ചു. കൂടെയുള്ളവർ രാജാവാണ്. എല്ലാവരും രാവണൻ ജയിക്കട്ടെ, രാക്ഷസ രാജാവ് രാവണൻ ജയിക്കട്ടെ, രാക്ഷസത്തെ തൂയമാനേസൻ സ്തുതിക്കപ്പെട്ടുകൊണ്ട് രാവണൻ ഇരിക്കട്ടെ, മഹാരാജാവ് രാവണൻ എഴുന്നള്ളുന്നു. കൊട്ടൊക്കെ കൊട്ടി, പ്രത്യേകമായിട്ടുള്ള കൊട്ടമേളം, ആഘോഷം, ജയാഘോഷം. രാവണൻ ജയിക്കട്ടെ ഇപ്രകാരമുള്ള ആശിസ്സുകൾ. അങ്ങനെ ധാരാളം പിശാചുക്കൾ കാത്തു രക്ഷിക്കാത്ര ഇവരുടെ നിയമസഭയെ പോലെയുള്ള സഭാ സമ്മേളനം. 600 പിശാചുക്കളുണ്ട് എന്നാണ്.
പരിവേശമകാ തേജ സുഹൃതാം വിശ്വകർമ്മണ പിശാച് തേ ഷഡ്ഭി ശതേ ഷഡ്ഭി 600 പിശാചുക്കൾ. നിയമസഭയൊക്കെ പാലിക്കണത് പിശാചുക്കൾ ആണോ നിശ്ചല്യമൊക്കെ പറഞ്ഞപ്പോൾ എന്താവും ഇവിടെ അവരെയൊക്കെ അപമാനിച്ചു എന്നാവും നമ്മളല്ലേ. എന്തായാലും നോക്കുമ്പം അതൊന്നും നോക്കണ്ട. നമ്മുടെ രാവണൻ്റെ സഭ ഏതായാലും പിശാചുക്കളാണ് പാലിച്ചിരുന്നത്. 600 പിശാചുക്കളുണ്ട് അത്ര ഇത് പാലിക്കാൻ. പിശാചുക്കൾ തന്നെ ഉണ്ടാവും ഇടയ്ക്ക് നിയമസഭയിൽ. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണം. എന്തായാലും രാവണൻ്റെ സഭ പാലിക്കാൻ പിശാചുക്കളുണ്ടായിരുന്നു എന്നങ്ങനെ പറഞ്ഞു. വൈഡൂര്യം കൊണ്ടും മറ്റ് ദിവ്യരത്നങ്ങളെ കൊണ്ടും മുത്തുകളെ കൊണ്ടുമൊക്കെ അലങ്കരിക്കപ്പെട്ടതായിരിക്കുന്ന വളരെയധികം വിശിഷ്ടമായിട്ടുള്ള ആസനത്തിൽ ഇരിപ്പിടത്തിൽ ഇരുന്നു ആ രാവണൻ. കോലാടിൻ്റെ തോലുകൊണ്ട് അത്ര അലങ്കരിച്ചിരിക്കണം. അതുപോലെ വെൽവെറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, കോലാടിൻ്റെ തോല്, മാനിൻ്റെ തോല്, ഇതിലൊക്കെ നല്ല സോഫ്റ്റായിരിക്കുന്നതാണ്. ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടമാണ്. അങ്ങനെയാണ്. അതിലങ്ങനെ ഇരുന്നു എല്ലാവരെയും വിളിപ്പിച്ചു. കൃതമസ്തി മഹജാതം സമർത്ഥ്യം ഇഹനോ മഹൽ. എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, അതിനു വേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അടിയന്തരമായി ചെയ്യേണ്ടതായിട്ടും ആലോചിക്കേണ്ടതായും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. രാക്ഷസരാജന്മാർ ലങ്കയിലെങ്ങും ചുറ്റി നടന്നു. എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് തന്നെ വിചാരിച്ച് രാക്ഷസന്മാരെല്ലാവരും ആരെങ്കിലും വരാണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചു വരുത്തി തേര്, കുതിര മുതലായിട്ട് വിവിധ ആയുധങ്ങളിലൊക്കെ ആ വാഹനങ്ങളിലായിട്ട് അവിടെ വന്നിരിക്കുന്നു. ആ പുരി വന്നു ചേരുന്ന തേരുകളെയും ആനകളെയും കുതിരകളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഗരുഡന്മാർ ആകാശത്തിൽ നിറഞ്ഞ പോലെയായി എന്ന് പറയാണ്. അങ്ങനെ എല്ലാതരം ആളുകളെയും സിംഹങ്ങൾ ഗുഹയിൽ പ്രവേശിക്കുന്ന പോലെ എല്ലാവരും സഭയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഓരോരുത്തരായിട്ട് 1 by 1 ഓരോരുത്തരായിട്ട് ആ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഒക്കെ നിർത്തി സഭയിലേക്ക് തന്നെ പ്രവേശിച്ചു. എല്ലാവരും രാവണ മഹാരാജാവിനെ വന്ദിച്ചു. തേ സമയത്തെ സഭായാം വൈ രാക്ഷസ രാജശാസനാൻ യഥാർഹം ഉപതത്വത്തെ രാവണം രാക്ഷസാധിപനായിരിക്കുന്ന രാവണനെ എല്ലാവരും വന്ദിച്ചു. ആദ്യമായിട്ട് രാവണനായിക്കൊണ്ട് നമസ്കാരം, രാവണൻ ജയിക്കട്ടെ, രാവണ രാജാവ് വിജയിക്കട്ടെ, ലങ്കാധിപൻ രാവണൻ വിജയിക്കട്ടെ, പ്രകാരമൊക്കെയുള്ള ആശംസകളൊക്കെ പറഞ്ഞു. കുടവാന്മാരുണ്ട്, സർവദർശി, എല്ലാ കാര്യങ്ങളും അറിയുന്നവരെ, ബുദ്ധിദർശനന്മാർ, എല്ലാ രാക്ഷസന്മാരും ബുദ്ധിരാക്ഷസന്മാർ രണ്ടർത്ഥത്തിലാവാം. ബുദ്ധിമാന്മാരായിട്ട് രാക്ഷസന്മാർ, ബുദ്ധിയുള്ളവർ എല്ലാവരും, പ്രശസ്തൻ മുതലായിട്ടുള്ള മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ട്. തതോ മഹാത്മാ വിപുലം സുയുഗ്യം വരന്തം ഹേമവിചിത്രതാംഗം ശുഭം സമാപ്തായ ഏയോ യശസ്വി വിഭീഷണ സംസദ അഗ്രജസ്യ. അതിനുശേഷം വിഭീഷണൻ നല്ല കുതിരകളെ പൂട്ടിയതായിട്ടുള്ള തേരിൽ കയറിയിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. വിഭീഷണൻ അവിടെ വന്നു. നേരത്തെ പറഞ്ഞ് രാവണൻ സ്വീകരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യത്തിൽ താൻ വരാതിരുന്നു, അതും തെറ്റാവി. ഏതായാലും ആ അനുജൻ എന്തു ചെയ്തു? തൻ്റെ പേര് പറഞ്ഞ് രാവണൻ്റെ കാക്കൽ വന്ദിച്ചു. ഞാൻ വിഭീഷണൻ, നമസ്കാരമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു സമ്പ്രദായം. വിഭീഷണനാണെന്ന് രാവണനെ അറിയാഞ്ഞിട്ടല്ലല്ലോ, വിഭീഷണനാണ് നമസ്കരിക്കണു എന്ന് ഒരു ആചാര വാക്ക്, ഇത്രയേ ഉള്ളൂ. സപൂർവജായ വരജശംസ നാമാത പശ്ചരണൗവന്ദേ ശുഖപ്രകർത്തതൈവദേഭ്യോ തദോഹ്യതാർക്കം ബുധകാസനാനി. എല്ലാവർക്കും യഥോചിതമായിട്ടുള്ള ആസനങ്ങൾ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് കൊടുത്തു. മുമ്പിലിരിക്കേണ്ടവർ, ഉയരം കൂടിയോടത്തിരിക്കേണ്ടവർ, ഉയരം കുറഞ്ഞോടത്തിരിക്കേണ്ടവർ, ചിലരൊക്കെ നിലത്തിരുന്നു. നിലത്തിരിക്കേണ്ടവരുണ്ട്, ഭൃത്യന്മാർ, അതുപോലെ ചില ആൾക്കാരൊക്കെ അവരൊക്കെ നിലത്തല്ലേ ഇരിക്കുള്ളൂ, ഇരിപ്പിടത്തിലിരിക്കില്ല രാവണൻ്റെ മുമ്പായി. അപ്പോൾ അവരൊക്കെ നിലത്തിരുന്ന അതും അവിടെ ഉണ്ടായിരുന്നു. വിവിധ തരത്തിൽ പലതരത്തിൽ വിശിഷ്ടങ്ങളായിട്ടുള്ള അകിലെ ചന്ദനം ചാർത്തിയവർ, വിശിഷ്ട വസ്ത്രങ്ങൾ ധരിച്ചവർ, ആഭരണം ധരിച്ചവർ, എല്ലാ തരക്കാരും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ധീരനായിരിക്കുന്ന രാവണനാവട്ടെ പ്രടസരാവണ ശത്രവൃതാം മനസ്സിനം മഹാബലാനാം സമിതോ മനസ്സി തസ്യാം സഭയാം പ്രഭയാ ചകാശേ മദ്ദേവസൂനാം ഇവ വജ്രഹസ്തം. വജ്രായുധം കയ്യിൽ ധരിച്ചതായിട്ടുള്ള ഇന്ദ്രൻ തൻ്റെ കീഴിലുള്ള ദേവന്മാരാൽ ചുറ്റപ്പെട്ട പോലെ വിവിധ
ആയുധങ്ങളും മറ്റ് വസ്ത്രാഭരണങ്ങളും ധരിച്ച് ഇന്ദ്രൻ സഭയിൽ ദേവന്മാരോട് കൂടി ശോഭിക്കുന്നത് പോലെ ശോഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കുംഭകർണൻ ആദ്യമായിട്ട് തൻ്റെ അഭിപ്രായം, അപ്പോൾ വിഭീഷണൻ പറഞ്ഞു കുംഭകർണനും വ്യത്യസ്തമല്ലാത്ത ഒരഭിപ്രായമാണ് രാവണനോട് പറയണത്, സീതയെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് കുംഭകർണൻ്റെ വാക്യമാണ് ഇനി. പൂർവൻ രാമതപോവനാധിഗമനം മത്താമൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവസമ്പാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം വേദത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ.